ഹായ്, നമ്മുടെ പൂജപ്പുരയിൽ അടിപൊളി പരിപാടികൾ നടക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ നവരാത്രി ഉത്സവം നടക്കുന്നുണ്ട്. നമ്മുടെ പൂജപ്പുര ജംഗ്ഷനിൽ തന്നെ അവിടെ സംഭവങ്ങൾ കളറായി നടക്കുന്നുണ്ട്. അവിടെ കാണുമ്പോൾ ഒരുപാട് സാധനമുണ്ട്. പക്ഷേ തിരക്കെന്ന് പറ്റാൻ അന്യായ തിരക്കാണ്, അടുക്കാൻ പറ്റാത്ത തിരക്ക്. ശ്വാസം വിടണമെങ്കിൽ വേറെ ആരെങ്കിലും തിരിച്ച് ഇങ്ങോട്ട് വിട്ടാൽ മാത്രമേ നമുക്ക് ആരെങ്കിലും ശ്വാസം എടുക്കാൻ പറ്റൂ. അത്രയ്ക്ക് തിരക്കോട് തിരക്ക്. ഇത്രയും ആൾക്കാർ തിരുവനന്തപുരത്തുണ്ടെന്ന് ഇപ്പോഴൊക്കെയാണ് മനസ്സിലാവുന്നത്. അത്രയ്ക്ക് തിരക്ക്. പക്ഷേ ഇവിടെ സംഗതി കളറാക്കിയിട്ടുണ്ട്. അവിടെ ലൈറ്റ്, ഇവിടെ ലൈറ്റ്, ഇവിടെ ലൈറ്റ്, അവിടെ ലൈറ്റ്, ലൈറ്റുകൾ വാരി കോരിയിട്ടിട്ടുണ്ട്. പിന്നെ കറങ്ങണത്, കറങ്ങാത്തത്, അങ്ങനെ വേണ്ട എല്ലാ സംഭവം ഉണ്ട്. ഐസ്ക്രീം, അത് ഇത്, ചപ്പ് ചവറ്. പക്ഷേ നിങ്ങൾ വരുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉറപ്പായിട്ടും കുറച്ച് ഓക്സിജനെങ്കിലും കൊണ്ടുവരണം. അത്രയ്ക്ക് ഓക്സിജന് വേണ്ടി അടികൂടലാണ്. ഒരിക്കലും കുട്ടികളെ കൊണ്ട് ഒരു 6 മണിക്കൊന്നും വന്ന് കളയരുത്. അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. പാർക്കിങ്ങിനൊന്നും നിങ്ങൾക്ക് സ്ഥലം കിട്ടാനേ ചാൻസ് ഇല്ല. കാരണം 6 മണിക്കൊക്കെ അവിടെ അത്രയും നിറഞ്ഞ് കവിഞ്ഞ് ഏറ്റവും ബെറ്റർ ബൈക്കിലായിട്ടും വരുന്നതായിരിക്കും കേട്ടോ. കാറിലൊക്കെ വന്നാൽ നിങ്ങൾക്ക് ആ മോഹൻലാലിൻ്റെ വീടിൻ്റെ അങ്ങോട്ട് എവിടെയെങ്കിലും മുഴുവൻ ആ ഭാഗത്തേക്കൊക്കെ കൊണ്ട് വെക്കേണ്ടി വരും നിങ്ങളുടെ വണ്ടി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ ഫാമിലിയും കൊണ്ടാണ് പോയത്. അപ്പോൾ അവൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് അവിടെ എൻജോയ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ വേറൊരു സംഭവം കണ്ടത്. ഇത് നിങ്ങളൊന്ന് കണ്ടുനോക്കൂ. ഇത് മിക്കവാറും എല്ലാ ഉത്സവങ്ങളിലും നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ ഇങ്ങനെയും കുറേ കാര്യങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഉത്സവം. पढ़ते नहीं है, हैं? कितने कहाँ पढ़ता है? कितने क्लास में है? क्या क्लास? मूनली। हाँ, कितना एज हुआ तुमको? हाँ, नाम क्या है? ओके, थैंक यू. ഉത്സവങ്ങളിൽ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കാണുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കാൻ നടക്കുന്നതാണ്. ഇത് ശരിയാണോ തെറ്റാണോ? നിയമത്തിൻ്റെ മുന്നിൽ ഇത് തെറ്റാണ്. പക്ഷേ നമുക്കിതിലൊന്നും പറയാനില്ല. അപ്പോൾ ഇങ്ങനെയും കുറേ ആൾക്കാർ ഉത്സവം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും കാണാത്തവർ പോയി കാണും കേട്ടോ.